ഹായ് ഫ്രണ്ട്സ്, ലുബിനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിലുള്ള ചക്ക കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നാണല്ലോ ഈ ചക്ക വറുത്തത് അല്ലെങ്കിൽ ചക്ക ചിപ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചക്കച്ചുള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കളയേണ്ട ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് ഇതിവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് നല്ല മൂത്ത പച്ചച്ചക്കനെ എടുക്കാൻ ശ്രദ്ധിക്കുക. മധുരം വെച്ചൊന്നും എടുക്കാതിരിക്കുന്നത് നല്ലത്. മധുരം വെച്ചൊക്കെ എടുക്കുമ്പോൾ അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, പിന്നെ അത് കുഴഞ്ഞു പോകും. അപ്പം ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാ ചക്കച്ചുളയിൽ നിന്ന് നമുക്ക് കുരു സെപ്പറേറ്റ് ചെയ്യാം. ചക്കക്കാലൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് വറുത്തെടുത്ത് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചക്കച്ചുളയെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം എല്ലാതും ഒരേ വലുപ്പത്തിലാകാൻ ശ്രദ്ധിക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടും. അപ്പോൾ എല്ലാതും നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടുണ്ടാകുമ്പോഴാണ് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് പാം ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ക്രിസ്പി ആയി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലേക്കൊന്ന് തെളിച്ച് കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മളിത് വറുത്തെടുത്തിട്ട് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇതൊന്ന് കയ്യിലെടുത്ത് പൊട്ടിക്കുന്ന സമയത്ത് നേരെ പൊട്ടണം, അതാണ് ഇതിൻ്റെ പാകം. അപ്പം ഇനി ഇത് നമുക്കൊരു ടിഷ്യൂയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടത്തട്ടിലോട്ടോ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.